എന്താണ് പെസഹ? എങ്ങനെയാണ് യേശു പെസഹ കുഞ്ഞാടായി മാറിയത്? എന്താണ് പെസഹായ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള അർത്ഥം? അതെല്ലാമാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ. ഹലോ, ഐ എം ജോർജി മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റ് ടു ഇറ്റേണിറ്റി. യേശു കർത്താവിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ അവസാനത്തെ ആ ഒരു ആഴ്ച വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ ഒരാഴ്ച, അതായത് ഓശന്ന ഞായറാഴ്ച മുതൽ ഉയർപ്പിൻ്റെ ദിവസം വരെ, അത് സകലത്തെയും മാറ്റിമറിച്ച ഒരു ടൈം പീരീഡാണ്. ആ ഒരു ടൈം പീരീഡാണ് മാനവജാതിക്ക് പ്രത്യാശയും പിന്നെ പാപവും മരണവും ഒരിക്കലും ജയിക്കില്ല എന്നൊരു വസ്തുതയും പ്രഖ്യാപിച്ചത്. ആ ആഴ്ച തുടങ്ങുന്നത് യേശു യെരുശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതായത് പെസഹ ആഘോഷിക്കുവാൻ വരുമ്പോൾ ഉള്ള സമയം മുതലാണ്. ആ പെസഹായും അതുപോലെ തന്നെ ആ സ്പ്രിംഗ് ടൈമിൽ യഹൂദർ കൊണ്ടാടുന്ന ഉത്സവങ്ങളും ഒക്കെ തന്നെ മനസ്സിലാക്കുമെങ്കിൽ നമുക്ക് എന്താണ് ആ അവസാനത്തെ, ആ യേശുവിൻ്റെ ഈ ലോക ജീവിതത്തിലെ അവസാനത്തെ ആ ആഴ്ചയുടെ പ്രാധാന്യം, യേശുവിൻ്റെ ക്രൂശീകരണ ആ പ്രവൃത്തിയുടെ പ്രാധാന്യം, പിന്നെ ക്രിസ്തുവിൻ്റെ പരമമായിട്ടുള്ള വിജയം, പെസഹ കുഞ്ഞാടെന്നുള്ള രീതിയിലുള്ള പരമമായിട്ടുള്ള വിജയം, അതിനെയെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും സാധിക്കും. ഈ പെസഹ എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് തന്നെ ഇസ്രായേൽ മക്കൾ 400 വർഷത്തിൽ പരം മിസ്രൈമിൽ അടിമകളായി ജീവിച്ചതിൽ നിന്നുള്ള വിടുതൽ, അതിനെ ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവമാണ്. ദൈവം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചിരുന്നു, യഹൂദരുടെ 1-ാം മാസമായ നിസാൻ മാസത്തിൻ്റെ 10-ാം ദിവസത്തിൽ അവർ ഊനമില്ലാത്ത ഒരു കുഞ്ഞാടിനെ കൊണ്ടുവരണം. അവരുടെ വീടുകളിൽ 4 ദിവസം അതിനെ സൂക്ഷിക്കണം. ആ ദിവസം ആ കുഞ്ഞാടിനെ അവർ സൂക്ഷ്മമായി പരിശോധിക്കും. അപ്പോൾ തന്നെ യഹൂദർ അവരുടെ ഭവനങ്ങളിൽ നിന്ന് സകല പുളിപ്പുള്ള ഭക്ഷണ വസ്തുക്കളും എടുത്തുമാറ്റിക്കളയും. പുളിപ്പെന്നുള്ളത് അശുദ്ധിയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്നിട്ട് നിസാൻ മാസം 14-ാം തീയതി ആ കുഞ്ഞാടിനെ അറുക്കണം. അതിൻ്റെ രക്തം കട്ടിളപ്പുറത്ത് ഹിസ്സോപ്പിൻ്റെ ആ ചെടിയുടെ ബ്രാഞ്ച് ഉപയോഗിച്ച് പുരട്ടണം. ആ രക്തം ഒരു അടയാളമായി പ്രവർത്തിച്ചു. സംഹാരദൂതൻ ആ രക്തം പുരണ്ട കട്ടിളപ്പുറത്ത് പുരട്ടിയിരുന്ന ആ ഭവനത്തിൽ കയറാതെ മാറിപ്പോയി. അതേ ദിവസം സന്ധ്യയ്ക്ക് യഹൂദ കുടുംബങ്ങൾ ആ കുഞ്ഞാടിൻ്റെ തീയിൽ ചുട്ട മാംസവും അതുപോലെ തന്നെ പുളിപ്പില്ലാത്ത അപ്പവും കയ്പ് ചീരയൊക്കെയും കൂട്ടി അവർ ഭക്ഷിച്ചു. പുളിപ്പില്ലാത്ത അപ്പം ചൂണ്ടിക്കാണിക്കുന്നത് മിസ്രൈമിൽ നിന്ന് അവർ ദ്രുതഗതിയിൽ അവർ വിട്ടുപോകേണ്ടി വന്ന സാഹചര്യം. കയ്പ് ചീര ചൂണ്ടിക്കാണിക്കുന്നത് അടിമത്തത്തിൻ്റെ ആ കയ്പ്. പിന്നീടുള്ള യഹൂദ പാരമ്പര്യത്തിൽ അവർ വീഞ്ഞിനെയും കൂടെ ഉൾപ്പെടുത്തി. കാരണം വീഞ്ഞ് സന്തോഷത്തെയും വിടുതലിനെയും ചൂണ്ടിക്കാണിച്ചു. ആ വിടുതലിന് ശേഷം ഇസ്രായേൽ മക്കളോട് ദൈവം കൽപ്പിച്ചു, എല്ലാ വർഷവും അവർ പെസഹ കൊണ്ടാടണം. അങ്ങനെ അവർ ദൈവത്തിൻ്റെ രക്ഷിക്കുന്ന ശക്തിയെ ഓർക്കുവാനും അവരുടെ ആ വിടുതലിനെ ഓർത്ത് സ്തുതിക്കുവാനും ഉള്ള ഒരു നിമിഷമായി അവർ അത് കൊണ്ടാടണം എന്ന് ദൈവം കൽപ്പിച്ചു. ഈ പെസഹായെ കൂടാതെ ഇസ്രായേൽ മക്കൾ കൊണ്ടാടിയ മറ്റ് ഉത്സവങ്ങളാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവവും അതുപോലെ ആദ്യ ഫലങ്ങളുടെ ഉത്സവവും. അതെല്ലാം ഈ സ്പ്രിംഗ് ടൈമിലാണ് അവർ കൊണ്ടാടുന്നത്. പുളിപ്പില്ലാത്ത അപ്പം 7 ദിവസത്തേക്കാണ് നിൽക്കുന്നത്. ആ സമയത്ത് പുളിപ്പുള്ള ഒരു ഭക്ഷണവും അവർ ഭക്ഷിക്കുവാൻ പാടില്ല. ഇത് അവരെ ഓർമ്മിപ്പിക്കുന്നത് മിസ്രൈം ദേശത്തിൽ നിന്ന് അവർ വേഗത്തിൽ വിട്ടുപോകേണ്ടി വന്ന സാഹചര്യം, അതിനെ ഓർപ്പിക്കുന്നു. അതിനുശേഷം ആദ്യ ഫലങ്ങളുടെ ഉത്സവമാണ്. ആ സമയത്ത് പുരോഹിതർ ആ ബാർലിയുടെ ആദ്യത്തെ കറ്റയെടുത്ത് ദൈവത്തിനായി അർപ്പിക്കും. അതിൽ നിന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ദൈവത്തോടുള്ള നന്ദിയും പിന്നെ ഇത് കഴിഞ്ഞ് ചെയ്യുവാൻ പോകുന്ന വിളവെടുപ്പും എല്ലാം ദൈവത്തിനായി സമർപ്പിക്കുക. എന്നിട്ട് മാത്രമേ ആ യഹൂദർ അതിൽ നിന്ന് ഭാഗവാക്കാവുകയുള്ളൂ. ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, യഹൂദരുടെ ഈ ഉത്സവങ്ങളെന്ന് പറയുന്നത് ചരിത്രപരമായിട്ടുള്ള ഒബ്സർവൻസസ്, അവർ കൊണ്ടാടുന്ന ഒരു ഉത്സവങ്ങൾ എന്ന് മാത്രമല്ല, അവയെല്ലാം പ്രവചനപരമായി ക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടിയത്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വെച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ഹോളി വീക്ക് അല്ലെങ്കിൽ ആ അവസാനത്തെ ആഴ്ച, യേശുവിൻ്റെ ഈ ലോക ജീവിതത്തിലെ അവസാനത്തെ ആ ഒരു ആഴ്ചയെ നമ്മളൊന്ന് എക്സാമിൻ ചെയ്താൽ വളരെ റിമാർക്കബിളായിട്ടുള്ള കാര്യങ്ങളാണ്. സുവിശേഷങ്ങൾ പ്രകാരം യേശു യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നത് ആ നിസാൻ മാസത്തിൻ്റെ 10-ാം ദിവസം. അതേ ദിവസമായിരുന്നു യഹൂദ കുടുംബങ്ങൾ പെസഹ കുഞ്ഞാടുകളെ തിരഞ്ഞെടുത്തത്. ആളുകളെല്ലാം യേശുവിനെ വലിയ ആഘോഷത്തോടുകൂടിയും വലിയ സ്തുതിപ്പോടുകൂടിയും ഒക്കെയും അവർ സ്വീകരിച്ചു. ആ സമയം തന്നെയായിരുന്നു യഹൂദ ഭവനങ്ങളിലേക്ക്, ഇസ്രായേൽ എമ്പാടും അവർ ആ കുഞ്ഞാടുകളെ അവരുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് യഥാർത്ഥ ദൈവ കുഞ്ഞാടായ യേശു പിതാവാം ദൈവത്തിൻ്റെ ആ ആലയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ ഉള്ള എല്ലാ മണി ചേഞ്ചേഴ്സ്,
പണമിടപാടും പിന്നെ ബിസിനസ്സൊക്കെ നടത്തിയ സകലരെയും അവിടുന്ന് ഓടിക്കുക. അങ്ങനെ ദേവാലയത്തെ യേശു ശുദ്ധീകരിക്കുക. യഹൂദ കുടുംബങ്ങൾ അവരുടെ ഭവനങ്ങളിൽ നിന്ന് പുളിപ്പുള്ളതെല്ലാം എടുത്തു മാറ്റുന്ന അതേ സമയമാണ് യേശു ദേവാലയത്തിൽ നിന്ന് സകല അശുദ്ധിയും അഴിമതിയുമെല്ലാം ഓടിച്ചു കളയുന്നത്. അതിനുശേഷമുള്ള ഏതാനും ദിവസങ്ങൾ യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചു. അപ്പോൾ തന്നെ ആ സമയത്താണ് മതപരമായിട്ടുള്ള നേതാക്കൾ, ലീഡേഴ്സ് യേശുവിനെ ചോദ്യം ചെയ്യുകയാണ്, യേശുവിൻ്റെ അധികാരത്തെ പരിശോധിക്കുകയാണ്. എങ്ങനെയാണോ പെസഹായ്ക്കുള്ള കുഞ്ഞാടുകളെ എന്തെങ്കിലും ഊനമുണ്ടോ കുറവുണ്ടോ എന്ന് പരിശോധിക്കുന്നത് പോലെ യേശുവിനെ സദൂക്യരും പരീശന്മാരും എല്ലാം മാറി മാറി പരിശോധിച്ചു. എന്നിട്ടും യേശുവിൽ ഒരു കുറ്റവും ഒരു കുറവും അവർക്ക് കണ്ടെത്താനായില്ല. യേശു ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേ ദിവസം സന്ധ്യയ്ക്ക് യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഒരു ഏർലി സിംബോളിക് പാസ് ഓവർ മീൽ, പെസഹായ്ക്കുള്ള ആ ഒരു ഭക്ഷണത്തെ ചൂണ്ടിക്കാണിക്കുന്ന വിധത്തിലുള്ള ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു അത്താഴം യേശു ആഘോഷിക്കാൻ പോവുകയാണ്. ആ ഒരു അത്താഴത്തിൻ്റെ ആ ഒരു സമയത്ത് വെച്ചാണ് യേശു പരമ്പരാഗതമായി പെസഹായിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുക്കളുടെ ആ അർത്ഥം, അല്ലെങ്കിൽ അതിനുള്ള അർത്ഥത്തിന് ഉള്ള ഒരു രൂപാന്തരം യേശു കൊടുക്കുന്നത്. യേശു ആ പുളിപ്പില്ലാത്ത അപ്പം എടുത്ത് നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാണ്. യേശു ആ വീഞ്ഞിൻ്റെ ആ കപ്പ് എടുത്തിട്ട് ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോൾ പറഞ്ഞത്, ഇത് പുതിയ ഉടമ്പടിയിൽ എൻ്റെ രക്തമാണ്. അങ്ങനെ ആ വസ്തുക്കൾക്ക് ഒരു പുതിയ അർത്ഥം യേശു കൊടുക്കുകയാണ്. ഇതാണ് കർത്തൃമേശയുടെ അടിസ്ഥാനം. അതായത് യേശുവിൻ്റെ ആ യാഗം, മരണത്തിൻ്റെ ആ യാഗത്തെ ഓർക്കുന്ന ഒരു ശുശ്രൂഷയാണ് കർത്തൃമേശ ശുശ്രൂഷ. ആ അത്താഴത്തിന് ശേഷം യേശു ഗെത്സമന തോട്ടത്തിലേക്ക് പോവുകയാണ്. യഹൂദ കുടുംബങ്ങൾ മിസ്രൈമിൽ നിന്ന് അവരുടെ പിതാക്കന്മാർക്ക് ലഭിച്ച ആ വിടുതലിനെ ആഘോഷിക്കുമ്പോൾ യേശു ഈ മാനവജാതിയുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ട അനുഭവം ആരംഭിക്കുക. എങ്ങനെയാണോ കുഞ്ഞാടിൻ്റെ രക്തം ആ കട്ടിളപ്പുറത്ത് പുരട്ടിയപ്പോൾ അവരിൽ നിന്ന് സംഹാരദൂതൻ കടന്നുപോയത്, അതുപോലെ യേശുവിൻ്റെ രക്തം നമ്മളെ പാപത്തിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നു. എന്നിട്ട് ആ രാത്രിയിൽ യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നു. യേശുവിനെ കയ്യാഫാസ് എന്ന മഹാപുരോഹിതൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടുത്തെ റിമാർക്കബിളായിട്ടുള്ള കാര്യം, ദേവാലയത്തിൽ യാഗങ്ങൾക്ക് മേൽനോട്ടം വഹിക്കേണ്ടുന്ന വ്യക്തി, അതേ മഹാപുരോഹിതനാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ കുഞ്ഞാടായ യേശുവിനെയും കുറ്റം വിധിക്കുന്നത്. എന്നിട്ട് യേശുവിനെ പിലാത്തോസിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നു, പിന്നീട് ഹെരോദിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നു, എന്നിട്ട് തിരിച്ച് പിലാത്തോസിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് യേശു മരണയോഗ്യനാണെന്നുള്ള പ്രസ്താവനയും അവിടെ വെച്ച് പ്രസ്താവിക്കുക. യേശുവിനെ ക്രൂശിക്കുന്നത് രാവിലെ ഏകദേശം 9 മണിയായപ്പോഴാണ്. യേശു അനേകം മണിക്കൂറുകൾ കഷ്ട അനുഭവത്തിലൂടെ കടന്നുപോയി. അതായത് തലേ രാത്രിയിലുള്ള സമയം മുതലാണ് നമ്മളത് എടുക്കേണ്ടത്. ഇനി യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ഇതിൻ്റെ കൂടെ നമുക്ക് മനസ്സിലാക്കാം. യോഹന്നാൻ 19-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, പെസഹായ്ക്ക് മുമ്പുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്ന ആ ദിവസം പിലാത്തോസ് യേശുവിനെ ക്രൂശിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഹിസോപ്പിൻ്റെ ഒരു ബ്രാഞ്ച് എടുത്ത്, അതായത് പെസഹായുടെ ഉത്സവത്തിൽ ഉപയോഗിക്കുന്ന അതേ പ്ലാന്റിൻ്റെ ആ ബ്രാഞ്ച് എടുത്ത് യേശുവിൻ്റെ ആ വായുടെ അടുക്കിലേക്ക് അവർ ഉയർത്തുന്നു. അങ്ങനെ പെസഹായ്ക്ക് മുമ്പുള്ള ഒരുക്കത്തിൻ്റെ ദിവസത്തിൽ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഏകദേശം 3 PM സമയമായപ്പോൾ യേശു മരിക്കുക. ഞാൻ ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു സന്ദേശത്തിൽ ബൈബിളിൽ നമ്മൾ സുവിശേഷങ്ങളിൽ നിന്ന് യേശുവിൻ്റെ ആ മരണത്തിൻ്റെയും ആ അടക്കത്തിൻ്റെയൊക്കെ ആ ഒരു ഇവൻസിനെ രേഖപ്പെടുത്തിയിട്ടുള്ള ക്രോണോളജി ഓഫ് ഇവൻസ്, ആ സമയത്തിൻ്റെ ക്രമം അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് യേശു ബുധനാഴ്ചയായിരിക്കണം ക്രൂശിക്കപ്പെടുന്നത് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ ടൈം ലൈൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണണം. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യോഹന്നാൻ്റെ സുവിശേഷം പ്രകാരം പെസഹായ്ക്കുള്ള കുഞ്ഞാടുകളെ ദേവാലയത്തിൽ അറുക്കുന്ന ആ സമയത്താണ് യേശു കർത്താവ് ഗോൽഗൊൽത്തായിൽ ക്രൂശേൽ മരിക്കുന്നത്. ആ ഒരു സിംബലിസം, ആ പ്രതീകാത്മകത വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ യഥാർത്ഥ കുഞ്ഞാട് അതേസമയം അവിടെ യാഗമായി അർപ്പിക്കുന്ന ആ കുഞ്ഞാടുകളെ കൊല്ലുന്ന അതേ സമയം യേശു മരിക്കുകയാണ്. പിന്നെ അതിന് പുറമെ യേശുവിൻ്റെ ഇടതും വലതും ക്രൂശിക്കപ്പെട്ട ആ കുറ്റവാളികളുടെ കാലുകൾ തല്ലി ഒടിക്കുന്നതായിട്ടെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ യേശുവിൻ്റെ എല്ലുകൾ ഒന്നും തന്നെ ഒടിക്കുന്നില്ല. കാരണം പെസഹായുടെ കുഞ്ഞാടിനെക്കുറിച്ച് ദൈവം പറഞ്ഞ ഒരു കൽപ്പനയാണ് ആ കുഞ്ഞാടിൻ്റെ ഒരു എല്ല് പോലും ഒടിക്കരുതെന്ന്. അങ്ങനെയാണ് അവിടെ പ്രവചനവും നിവൃത്തിയാകുന്നത്. അതിനുശേഷം യേശുവിൻ്റെ ശരീരത്തെ കടമെടുത്ത ഒരു കല്ലറയിലേക്ക് അടക്കുക. അപ്പോൾ ആ ഹൈ ശബത്തിൽ, വലിയ ശബത്തിൽ
ഞാനിത് ആ ഒരു ടൈം ലൈൻ ഓഫ് ഇവൻറ്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ സന്ദേശത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സാധാരണ ആഴ്ചയിൽ വരുന്ന ശബത്തല്ല, ആ വർഷം ഒരു ഹൈ ശബത്തായിരുന്നു വ്യാഴാഴ്ച. അതുകൊണ്ട് ഞാൻ ആ സന്ദേശത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കാണണം. അപ്പോൾ ആ ഹൈ ശബത്തിൽ, ആ വലിയ ശബത്തിൽ യേശുവിൻ്റെ ശരീരം കഷ്ട അനുഭവത്തിന് ശേഷം വിശ്രമിക്കുക. എന്നിട്ട് ആ ആഴ്ചയുടെ അവസാനം വരുന്ന പതിവ് പോലെയുള്ള ശബത്ത്, ശനിയാഴ്ചയുടെ ശബത്തിൻ്റെ അവസാനം, അതായത് വൈകുന്നേരം 6 മണി 6 PM ശേഷം ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞ്, അതായത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൻ്റെ ആരംഭ നിമിഷങ്ങളുടെ ആ സമയത്ത് തന്നെ യേശു കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അത് സംഭവിക്കുമ്പോൾ ആദ്യ ഫലങ്ങളുടെ ഉത്സവം യഹൂദന്മാർ കൊണ്ടാടുകയാണ്. പൗലോസ് പിന്നെ ഈ മർമ്മം തൊട്ടുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആദ്യ ഫലമായി മാറിയെന്ന്. എങ്ങനെയാണോ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആ പുരോഹിതന്മാർ ആ ബാർലിയുടെ ആദ്യത്തെ കറ്റയെടുത്ത് അർപ്പിക്കുമ്പോൾ യേശു കർത്താവ് യേശുവിന് ശേഷം വരുവാൻ പോകുന്ന സകലരുടെയും പ്രതിനിധിയായി ആദ്യമേ ഉയർത്തെഴുന്നേൽക്കുക. അപ്പോൾ ഈ സ്പ്രിംഗ് ടൈമിൽ യഹൂദരുടെ ആ 3 ഉത്സവങ്ങളുടെയും ആ ഒരു സിംബലിസം, പ്രതീകാത്മകത വളരെ അമേസിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പെസഹായ്ക്കുള്ള കുഞ്ഞാടുകളെ തിരഞ്ഞെടുക്കുന്ന അതേ സമയമാണ് യേശുവിനെയും തിരഞ്ഞെടുക്കുന്നത്. ആ യഹൂദ ഭവനങ്ങളിൽ നിന്ന് പുളിപ്പുള്ള എല്ലാ വസ്തുക്കളും എടുത്തു മാറ്റുന്ന സമയം യേശു ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നു. യേശുവിനെ പരിശോധിച്ചപ്പോൾ ഊനമില്ല, കുറവില്ല എന്ന് തെളിഞ്ഞു. പെസഹായുടെ കുഞ്ഞാടുകളെ അറക്കുന്ന അതേ സമയമാണ് യേശുവും മരിക്കുന്നത്. ആദ്യഫലങ്ങളുടെ ഉത്സവം നടക്കുന്ന അതേ സമയം യേശു ഉയർത്തെഴുന്നേൽക്കുക. എല്ലാ ഡീറ്റെയിലും വിരൽ ചൂണ്ടുന്നത് യേശു എന്ന യഥാർത്ഥ പെസഹ കുഞ്ഞാടിങ്കിലേക്കാണ്. യേശു നിമിത്തം നമുക്ക് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. യേശുവിൻ്റെ രക്തം നിമിത്തം ന്യായവിധി നമ്മളെ വിട്ടുമാറിപ്പോയി. യേശുവിൻ്റെ ഉയർപ്പ് നിമിത്തം നമുക്ക് മരണത്തിനപ്പുറത്തൊരു പ്രത്യാശയുണ്ട്. യോഹന്നാൻ സ്നാപകൻ പ്രഖ്യാപിച്ചതുപോലെ, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ പെസഹായ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള അർത്ഥം എന്താ? പെസഹ എന്ന് പറയുന്നത് ചരിത്രപരമായിട്ടുള്ള ഒരു ഉത്സവം മാത്രമല്ല, വളരെ പേഴ്സണലായിട്ടുള്ള ഒരു വലിയ വസ്തുതയാണ്. 1 കൊരിന്ത്യർ 5:7 പൗലോസ് ഓർപ്പിച്ചു, നമ്മുടെ പെസഹ കുഞ്ഞാട് ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമർപ്പിക്കപ്പെട്ടു. 1 പത്രോസ് 1:19 പത്രോസ് ഓർപ്പിക്കുന്നത്, നമ്മളെ വിലക്ക് മേടിച്ചിരിക്കുന്നത് വെള്ളിയോ പൊന്നോ അങ്ങനെ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, പകരം ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്നാണ് പറയുന്നത്. കൊളോസ്യർ 2:16-17 പൗലോസ് ഓർപ്പിച്ചു, ഇതുവരെ നടന്ന എല്ലാ ഉത്സവങ്ങളും വരുവാൻ പോകുന്നതിൻ്റെ നിഴലായിരുന്നു, പക്ഷേ അവയുടെ എല്ലാം സബ്സ്റ്റൻസ്, യാഥാർത്ഥ്യം ക്രിസ്തുവാണെന്നാണ് അവൻ പറഞ്ഞത്. മിസ്രൈമിൽ വെച്ച് ആ കുഞ്ഞാടിനെ കൊന്നപ്പോൾ അത്രയും കൊണ്ട് മാത്രം തീർന്നില്ല, ആ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളപ്പുറത്ത് പുരട്ടണമായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവിനെ പറ്റി അറിഞ്ഞാൽ മാത്രം പോരാ, ക്രിസ്തുവിൻ്റെ യാഗം, ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തു തന്ന ആ യാഗം, അതിനെ ഓരോരുത്തരും വ്യക്തിപരമായി ഏറ്റെടുക്കണം, ഉൾക്കൊള്ളണം, വിശ്വസിക്കണം. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് യേശുവിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കണം. എങ്ങനെയാണോ ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടത്, അതുപോലെ നാമും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നാം വിടുവിക്കപ്പെട്ടു. എങ്ങനെയാണോ രക്തം പുരട്ടിയ ആ വീടുകൾ അവിടെ സംഹാരദൂതൻ കടക്കാതെ മരണം അവരെ വിട്ടുമാറിപ്പോയതുപോലെ, യേശുവിൻ്റെ രക്തം ആരുടെയെല്ലാം മുകളിൽ പുരട്ടിയോ അവരെ വിട്ട് ന്യായവിധി കടന്നുപോയി. യേശുവാണ് നമ്മുടെ പെസഹ കുഞ്ഞാട്. യേശുവാണ് ഊനമില്ലാത്ത യാഗം. യേശുവാണ് പ്രവചനത്തിൻ്റെ തന്നെ നിവൃത്തീകരണം. യേശുവാണ് നമ്മുടെ വിടുതൽ. യേശു നിമിത്തം നാം ഇനി പാപത്തിന് അടിമകളല്ല, പകരം നാം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. ആൻഡ് ദൈവം എപ്പോഴാണോ രക്തം കാണുന്നത്, നമ്മുടെ മേൽ യേശുവിൻ്റെ രക്തം പുരട്ടപ്പെട്ടതായി കാണുന്നത്, ഈ സ്റ്റിൽ പാസസ് ഓവർ, നമ്മളെ വിട്ട് ന്യായവിധി നമ്മളെ വിട്ട് മാറിപ്പോവുകയാണ്. ഈ ഒരു സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ആയെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. യേശു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തു തന്നതെന്നുള്ളത് മറ്റുള്ളവരും കൂടെ മനസ്സിലാക്കട്ടെ, അവരും കൂടെ ജീവിതങ്ങൾ ക്രമീകരിക്കട്ടെ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.